അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പത്രിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ മാവ് അളന്നെടുക്കുക. അതിനനുസരിച്ച് വേണം, ആ ഗ്ലാസിൻ്റെ അളവിനായിരിക്കണം വെള്ളവും എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇടിയപ്പം നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ആ വെളിച്ചെണ്ണയും മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അപ്പം നല്ലൊരു മണവും കിട്ടും. ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിഴിഞ്ഞെടുക്കാനൊക്കെ നല്ല പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ. അതാ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തു. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല. ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം മാവ്. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തു. നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. മാവിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തണം. രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടില്ല, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ 2.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. എനിക്കിപ്പോൾ 2.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഞാൻ എടുത്ത ഈ ഒരു പൊടിക്ക് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ മാവ് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. നമ്മൾ വെട്ടിത്തിളച്ച വെള്ളത്തിലല്ലേ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് മാവ് സോഫ്റ്റ്, നല്ല ചൂടോടുകൂടി നമ്മൾ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇടിയപ്പം നല്ല പൂ പോലെ പഞ്ഞു പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ്. ഈ സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ മാവ് ഗ്ലാസ് കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന മാവ് ആ ചൂടോട് കൂടി തന്നെ മാവ് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് പൂ പോലെ പഞ്ഞു പോലെ ഇരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചൂടോട് കൂടി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. മാവ് നല്ല സോഫ്റ്റായിട്ട്, നല്ല ചൂടുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഇടിയപ്പം കിട്ടുള്ളൂ. മാവ് ഇവിടെ കുഴച്ചെടുത്തു. മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഗ്ലാസ് വെച്ച് തന്നെ ഇതാ മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയും കൂടെ എടുക്കുക. ഇതുപോലെ ഉരുട്ടി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഗ്ലാസ് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക. നമുക്ക് കൈ പോലും നമുക്ക് തൊടാതെ മാവ് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മാവ് ഗ്ലാസ് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മാവ് നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് എത്രയാണോ നമ്മൾ സേവനാഴിയിൽ ഇടാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഗ്ലാസ് കൊണ്ട് തന്നെ എടുക്കാം. അപ്പം നമ്മളിതൊരു കൈയൊന്നും തൊടാതെ ഗ്ലാസ് കൊണ്ട് തന്നെ മാവ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പീസായിട്ട് മാവ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തു. ഇതിൽ നിന്ന് 1 ഉരുള മാവ് എടുക്കുക. ബാക്കി മാവ് നമുക്ക് മൂടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഡ്രൈ ആയി പോകും. ഇനി ഒരു സേവനാഴി എടുക്കുക. ഇതിലേക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ ചില്ല് വേണം എടുക്കാൻ. ചെറിയ ഹോളുള്ള ചില്ല് എടുക്കുക. ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ചില്ല് നമ്മൾ ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തെടുത്ത മാവ് സേവനാഴിക്കുള്ളിൽ അങ്ങ് നിറച്ചു കൊടുക്കാം. ഈ സേവനാഴി അടച്ചു കൊടുക്കാം. ഇനി ഇടിയപ്പത്തട്ടിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും തേങ്ങ കിട്ടണമെന്നില്ലല്ലോ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഒരു ഗ്ലാസ് വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് മാവ്.
പ്രയാസമില്ലാതെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റും. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ചൂട് മാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് 5-6 മിനിറ്റ് കുഴച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം നിമിഷ നേരം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പിഴിഞ്ഞെടുത്തു. ബാക്കിയുള്ള തട്ടിലും ഇതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് പിഴിഞ്ഞൊഴിക്കാം. ഇടിയപ്പത്തട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാഴയിലയിൽ കുറച്ച് തേങ്ങ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ മാവ് പിഴിഞ്ഞൊഴിച്ചാൽ മതി. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. ഒരു പ്രയാസമില്ല, ഈസി ആയിട്ട് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കനം കുറച്ചാണ് ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് മാവിരിപ്പുണ്ട്, അത് ഞാൻ വാഴയിലാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇടിയപ്പം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ സേവനാഴി തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാവൊന്നും അധികം വന്നിട്ടൊന്നുമില്ല. മാവൊന്നും അധികം ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് ഇതുപോലെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മാവ് കുറേ ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ. അപ്പോൾ ഇതുപോലെ ഗ്ലാസ് കൊണ്ട് മാവ് നമ്മൾ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി തന്നെ കുഴച്ച് ചൂടോടുകൂടി തന്നെ ഇടിയപ്പം തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇടിയപ്പ ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവ് പിഴിഞ്ഞെടുത്തത് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ബേ ലീഫ് മുറിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് അതിൻ്റെ നല്ലൊരു മണം വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരികൾ ചതച്ചതും ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 8 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഒരു 20 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം 4 മീഡിയം സൈസ് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തും കൂടെ ചേർക്കാം. ഒരു 1/2 കപ്പ് പച്ചപ്പട്ടാണിയാണ് ഫ്രോസൺ ഗ്രീൻ ബീൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് കുറവുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കനൊക്കെ വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടിയപ്പം ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയി. ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇടിയപ്പത്തട്ട് എടുത്ത് മാറ്റാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടി പരിപ്പ് അരച്ചെടുത്താണ്. കുതിർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. ഒരു 15 കശുവണ്ടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റി വരണം. ഇപ്പോൾ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലാണ്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി.
അപ്പോൾ ചെറുതായിട്ടൊന്ന് തള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നെ ഇതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ചേർക്കുക. ഇതിലേക്ക് ലാസ്റ്റിൽ ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്ക മുന്തിരിയും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചിക്കൻ സ്റ്റൂ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇടിയപ്പ ചെമ്പില്ല, ഇടിയപ്പ തട്ടും ഇല്ലാത്തവർക്ക് വീട്ടിലെന്തെങ്കിലും ഒരു സ്റ്റീമറൊക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലയിൽ ഇടിയപ്പ പിഴിഞ്ഞെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ പിഴിഞ്ഞെടുക്കാം. പിന്നെ ചെറിയ ചെറിയ തട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ 7 മിനിറ്റ് തന്നെ നമുക്ക് ആവിയേറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇടിയപ്പം എന്താ സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്താ ഇടിയപ്പമൊക്കെ അതാ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കാം. ചെറിയ ഇടിയപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇതായിട്ട് റെഡിയായിട്ടുണ്ട്. കടല നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കടല ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഇഡലി തട്ടിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ഇടിയപ്പമാണ്. ഇതും നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചില ഇടിയപ്പമൊക്കെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട്. നല്ല പൂ പോലത്തെ ഇടിയപ്പം കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഈ സൂത്രം ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ ഇടിയപ്പം തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, കൈയൊന്നും വേദനിക്കാതെ കൈ പൊള്ളാതെ കുഴച്ച് ബുദ്ധിമുട്ടാതെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പവും, അതുപോലെ തന്നെ നമ്മൾ നല്ല ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഇതിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്